ഹായ്, ഞാനിവിടെ ഒരു എൻജിൻ്റെ പാർട്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന പാർട്സാണ് ഒരു എൻജിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് ഇന്ന് അവയെ പഠിക്കാം. എൻജിൻ ബ്ലോക്ക്. ഒരു എൻജിൻ ബ്ലോക്കാണ് ഒരു എൻജിൻ്റെ അഥവാ കാറിൻ്റെ പ്രധാന ഭാഗം. ഈ എൻജിൻ ബ്ലോക്കിലാണ് ഒരു വണ്ടിയുടെ മിക്ക സാധനങ്ങളും പ്ലേസ് ചെയ്യുന്നത് അഥവാ ഇരിക്കുന്നത്. ഈ എൻജിൻ ബ്ലോക്കിൻ്റെ അകത്താണ് പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് പോകുന്ന ഫിൻസ്, ഓയിൽ സപ്ലൈ വരുന്ന ഓയിൽ പമ്പ് അഥവാ അല്ല. പിന്നെയുള്ള ഭാഗമാണ് സിലിണ്ടർ. സിലിണ്ടേഴ്സ് നമ്മളെ പിസ്റ്റനെ അതിനകത്ത് മോഷന് സഹായിക്കുന്ന ഭാഗമാണ് സിലിണ്ടർ. സിലിണ്ടറിൽ ഓയിലിൻ്റെ ചെറിയ ലൈനർ ഉണ്ടാവും. അതിൽ കൂടെയാണ് സിലിണ്ടറിനകത്ത് ലൂബ്രിക്കേഷന് വേണ്ടി ഓയിൽ സപ്ലൈ ചെയ്യുന്നത്. ഈ സിലിണ്ടറിലാണ് പിസ്റ്റൺ 2 and 4 മോഷൻ നടക്കുന്നത്. പിസ്റ്റനാണ് നമ്മുടെ എൻജിൻ്റെ എയറിനെ കംപ്രസ് ചെയ്യാൻ സഹായിക്കുന്നത്, എയർ ഫ്യൂൽ മിക്സ്ചറിന്. അതുകൊണ്ട് ആ പിസ്റ്റൺ എപ്പോഴും മോഷനിലായിരിക്കും ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ. അതിനകത്ത് പിസ്റ്റൺ റിങ്സ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഈ പിസ്റ്റണിനകത്ത് 2 ടൈപ്പ് ബെയറിംഗ് ഉണ്ട്. അതാണ് മോഷനെ സഹായിക്കുന്നത്. പിസ്റ്റൺ റിങ്സ് ആണ് നമ്മുടെ ഒരു എൻജിൻ്റെ കംപ്രഷന് സഹായിക്കുന്ന ഘടന. അത് ഓയിലിനെ വൈപ്പ് ചെയ്യാനും സിലിണ്ടറിനകത്ത് സഹായിക്കും. ഈ പിസ്റ്റൺ റിങ്സ് കാരണമാണ് നമ്മുടെ എയറിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഈ പിസ്റ്റൺ റിങ്സ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി കിട്ടില്ല, എൻജിന് മൈലേജും വ്യത്യാസം വരും. പിന്നെയുള്ളതാണ് കണക്റ്റിംഗ് റോഡാണ് ഒരു എൻജിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റൻ്റെ മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഭാഗമാണ് കണക്റ്റിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റിലേക്കുള്ള എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. കണക്റ്റിംഗ് റോഡിൻ്റെ അവിടെയായിട്ട് നമ്മുടെ ഓയിൽ സപ്ലൈയുടെ ഹോൾ ഉണ്ടാവും. അതിൽ കൂടെ ഓയിൽ സപ്ലൈ ചെയ്യും. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റാണ് ഗിയർ ബോക്സിലേക്കും ഫ്ലൈ വീലിലേക്കുമുള്ള എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ പിസ്റ്റണിൽ നിന്ന് കണക്റ്റിംഗ് റോഡിൽ നിന്ന് ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റാണ് ഇപ്പോൾ എത്ര സിലിണ്ടർ ഉണ്ട് അതിനനുസരിച്ചുള്ള പിസ്റ്റനെ മോഷന് സഹായിക്കുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് കാരണമാണ് എനർജി ട്രാൻസ്ഫർ ആവുന്നത്. ഇതാണ് സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിൽ 2 വാൽവുകളുണ്ട്. പിന്നെ ഹെഡിലേക്ക് പോണ ഓയിൽ സപ്ലൈയുടെ ഇതുമുണ്ട്. ഈ വാൽവിലേക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സിലിണ്ടറിൻ്റെ മുകളിലൊരു കവറുണ്ട്. അതിനാണ് ഹെഡ് കവർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കമ്പഷൻ ചേംബർ. ഈ ചേംബറാണ് ഒരു എൻജിൻ്റെ പ്രധാന ഘടന. ഈ കമ്പഷൻ ചേംബറിനകത്താണ് നമ്മുടെ എയർ ഫ്യൂവൽ മിക്സ്ചർ കംപ്രസ്സായി സ്പാർക്ക് ഉണ്ടായി എക്സോസ്റ്റായി പവറായി ട്രാൻസ്ഫർ ചെയ്യുന്നത്. കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. വാൽവ്സാണ് നമ്മുടെ ഇൻലെറ്റ് ഗ്യാസ് അഥവാ പെട്രോള് എയർ മിക്സ്ചർ വരുന്നത്. ഈ എക്സോസ് ഗ്യാസാണ് ഈ ഔട്ട്ലെറ്റ് കൂടെ അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവ് കൂടെ പുറത്തേക്ക് പോകുന്നത്. ക്യാം ഷാഫ്റ്റാണ് നമ്മുടെ വാൽവിനുള്ള മോഷൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ അവിടെ തന്നെ ഒരു റോക്കർ ആം ഉണ്ടാവും. അത് ഇതേപോലെ നമ്മുടെ ക്യാം ഷാഫ്റ്റിൽ നിന്ന് വാൽവിലേക്കുള്ള മോഷന് സഹായിക്കുന്നതാണ്.
ലിഫ്റ്റർ ഓർ ഫോളോസ് എന്ന് പറയും. ഈ സാധനമാണ് നമ്മുടെ ക്യാംഫ് ഷാഫ്റ്റ് താഴത്തേക്കും മേലേക്കോ ആളുള്ള റൊട്ടേഷന് സഹായിക്കുന്ന ഡിവൈസ്. ആ ചെറിയ സ്റ്റിക്ക് പോലുള്ളതാണ് ലിഫ്റ്റർ അഥവാ ഫോളോസ്. റോക്കറാമാണ് നമ്മുടെ വാൽവിൻ്റെ മോഷന് സഹായിക്കുന്നത്. ഈ ക്യാംഫ് ഷാഫ്റ്റിൽ നിന്ന് വരുന്ന മോഷനാണ് റോക്കറാമിക്ക് വരുന്നത്. റോക്കറാമാണ് നമ്മുടെ വാൽവ് താഴത്തേക്ക് പോകാനും മേലേക്ക് വരാനും കൺട്രോൾ ചെയ്യുന്നത്. അടുത്തതാണ് ഫ്ലൈ വീല് വാൽവ് സ്പ്രിങ്സ്. വാൽവ് സ്പ്രിങ്സ് ആണ് നമ്മുടെ നമ്മുടെ സിലിണ്ടറിനകത്തേക്ക് പോകുന്ന വാൽവിനെ തിരിച്ച് മുകളിലേക്ക് വരാൻ കൺട്രോൾ ചെയ്യുന്നത്. ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം. ആ സ്പ്രിങ് കംപ്രസ് ചെയ്തിട്ടാണ് തിരിച്ച് മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ വാൽവ് അപ്പോഴും ക്ലോസ് ആയി കറക്റ്റായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. ഫ്ലൈ വീൽ ക്രൈൻ ഷാഫ്റ്റിലേക്കാണ് ഈ ഫ്ലൈ വീൽ കണക്ട് ചെയ്ത് തന്നെ. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു കൗണ്ടർ വെയിറ്റ് പോലുള്ള സാധനമാണ്. ഫ്ലൈ വീലാണ് നമ്മുടെ എൻജിനെ സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് വൈബ്രേഷൻ കുറയ്ക്കാനും പിസ്റ്റൺ കറക്റ്റായിട്ട് മോഷനിൽ വരാനുമാണ് ഫ്ലൈ വീൽ ഇവിടെ ഉപകാരപ്പെടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.